الحفاظ أطلوا لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദരന്മാരെ, സൂറത്തു അബസയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 12 ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. 11-12 ആയത്തുകളിലാണ് നമ്മുടെ ചർച്ച ഉണ്ടായിരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇന്നഹാ തദ്കിറ ഫമൻ ശാഅ ദക്കറ. ഈ ആയത്തിലൊക്കെ നമ്മൾ ക്ലാസിൻ്റെ തുടക്കത്തിൽ പഠിച്ച ആ മദ് മുത്തസിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഫമൻ ശാഅ അല്ലേ? ഷാഅ എന്നതിൽ അലിഫിന് ശേഷമാണ് ഹംസ് വന്നത്. അതായത് മദ്ദക്ഷരമായ അലിഫ്, ആ അലിഫിന് ശേഷം ഹംസ് ഒരൊറ്റ കലിമത്തിൽ തന്നെ വന്നു. ഷാഅ എന്നത് ഒരു കലിമത്താണ്. ഇങ്ങനെ ഒരു കലിമത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ് വന്നാൽ മദ് മുത്തസിലാണ്, അവിടെ നീട്ടൽ നിർബന്ധവുമാണ്. ഫമൻ ശാഅ ദക്കറ, അല്ലാതെ ഓതിപ്പോകാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു നിയമം കൂടെ നമ്മൾ ആദ്യം പഠിച്ചിരുന്നു. ഫമൻ ശാഅ, സാക്കിനായ നൂൻ, ഫമൻ സുക്കൂനുള്ള നൂനാണത്. ആ നൂനിന് ശേഷം ഷീൻ വന്നാൽ ഇഖ്ഫ ആണ് ഹുക്മ എന്ന് പറഞ്ഞാൽ, ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മറച്ചു മണിക്കണം. അപ്പം നൂന് വെളിവായി ഓതാൻ പാടില്ല. പല ആളുകളും ഓതുമ്പോൾ തെറ്റുന്നൊരു സ്ഥലമാണത്. ഫമൻ ഷാഅ എന്ന് പറയും പല ആളുകൾ, അങ്ങനെ പറയാൻ പാടില്ല. ഫമൻ എന്നത് കേൾക്കരുത്. ഫമൻ ഷാഅ, ആ നൂനിനെ ഷീനിൽ മറച്ചു മണിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സഹായിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ തജ്വീദ് അനുസരിച്ച് ഓതുക എന്നത് വളരെ പ്രധാനമാണ്. അത് ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾക്ക് ഓതി കൊടുക്കുമ്പോൾ തന്നെ തജ്വീദ് അനുസരിച്ചാണ് ഓതിയത് എന്നാണ്, പിന്നുണ്ടായതല്ല. ഖുർആൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ്. തജ്വീദ് അനുസരിച്ച് ഓതാതിരിക്കുമ്പോൾ പലപ്പോഴും അർത്ഥവ്യത്യാസങ്ങൾ വരെ സംഭവിക്കും എന്നതും വളരെ ഗുരുതരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മൾ കാര്യമായിട്ട് ഓതുന്നത് കൂലി കിട്ടാനല്ലേ അല്ലേ? അപ്പോൾ അത് തെറ്റിച്ച് ഓതിയാൽ പിന്നെ ചില മലായിക്കത്ത് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നാണ്. റുബ്ബ ഖാരിഇൻ യൽഅനുഹുൽ ഖുർആൻ എന്ന് പറയുന്ന മലായിക്കത്ത് നമ്മളെ ശപിക്കും, അതുപോലെ തന്നെ ഖുർആൻ നമ്മളെ ശപിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്ന ഹദീസുകളുണ്ട്. ഖുർആൻ തെറ്റി ഓതിയാൽ, അല്ലെങ്കിൽ അതൊരു ഗൗനിക്കാത്ത രൂപത്തിൽ ഓതിയാൽ അത് തിരിച്ചാണ് ഫലം ചെയ്യുക. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ നമ്മൾ പരമാവധി ശ്രമിക്കുക, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടും തെറ്റ് വരികയാണെങ്കിൽ അള്ളാഹു തആല പുറത്തു തരും. അള്ളാഹു ഗഫൂറുർ റഹീമാണല്ലോ. നമ്മൾ തീരെ ശ്രമിക്കാതിരിക്കരുത്. അതാണ് പ്രശ്നം. പല ആളുകളും എനിക്ക് 11 വയ്യ, ഈ പോണമാരിക്കാൻ പോയാൽ മതി എന്നൊരു ചിന്താഗതിയാണ് പല ആളുകൾക്കുള്ളത്. പഠിക്കാനോ മനസ്സിലാക്കാനോ മെനക്കെടാതെ, അത് ഗുരുതരമായ തെറ്റാണ്. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഖുർആനോട് ചെയ്യുന്നൊരു അവഹേളനമായി മാറും. നമ്മളൊക്കെ കൊണ്ട് അറിയുന്നത് നമ്മൾ പഠിക്കാം. നമ്മൾ മദ്രസയിലൊക്കെ ചെറുപ്പം മുതലേ ഈ തജ്വീദൊക്കെ ഇങ്ങനെ വെച്ച് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പഠിപ്പിക്കാനുള്ള കാരണം ഇതിൻ്റെ ഇത്രയും വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമുക്ക് നല്ല ബുദ്ധി തരട്ടെ, മനസ്സിലാക്കാനും തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യാനുള്ള തൗഫീഖും തരട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് 11-12 ആയത്തുകളാണ്. പരിശുദ്ധ ഖുർആൻ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആഗ്രഹിക്കുന്ന ആളുകൾ അത് ഓർമ്മിച്ചു കൊള്ളട്ടെ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് പരിശുദ്ധ ഖുർആൻ ഒരു ദിക്റാണ് എന്നാണ്. ഖുർആനെ സംബന്ധിച്ച് ദിക്ർ എന്നാണ് അല്ലാഹു തആല അവിടെ ഉപയോഗിച്ചത്. ഓർമ്മപ്പെടുത്തുന്ന സംഗതിയാണ്, നമ്മളത് ഓർമ്മിച്ചു കൊള്ളട്ടെ എന്ന്. അപ്പോൾ അതിനൊരു കാര്യം മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ വെറുതെ ഓതിപ്പോവുകയല്ല ചെയ്യേണ്ടത്, അത് ഓർമ്മിക്കുകയാണ് ചെയ്യേണ്ടത്. ഓതുമ്പോൾ തന്നെ ഓർമ്മ വരണം. ഓരോ ആയത്തും നമ്മൾ ചിന്തിക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ പരിശുദ്ധ ഖുർആൻ്റെ അർത്ഥം പഠിക്കണം. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അതൊക്കെ കബൂലാക്കട്ടെ. നിങ്ങൾ ഇതിനെ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും ഇബാദത്താണ്. നല്ല നിയ്യത്തുണ്ടെങ്കിൽ ഓരോ സെക്കൻഡുകളും ഇബാദത്താണ്. എനിക്കറിയാം ഒരുപാട് ആളുകൾ ഇത് മുടങ്ങാതെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. മാഷാ അല്ലാഹ്, അല്ലാഹു തആല എല്ലാവരെയും കബൂലാക്കട്ടെ. പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ അവർക്ക് പണിയെടുക്കുമ്പോഴും വീട്ടുജോലികളിലായിരിക്കുമ്പോഴും ബിസിയായിരിക്കുന്ന സമയത്തും ഇവർക്കത് മൊബൈലിൽ ഓൺ ചെയ്ത് വെച്ച് കേൾക്കുകയും പണികൾ തുടരുകയും ചെയ്യാം. അപ്പോഴും ഇബാദത്താണ്. സുബ്ഹാനല്ലാഹ്.
ഖുർആൻ്റെ അർത്ഥം നമ്മൾ പഠിക്കുകയാണ്. എല്ലാം കൂടെ പഠിക്കാൻ നമുക്ക് കഴിയില്ല. കുറച്ചെങ്കിലും പഠിച്ചാൽ, ആവുന്നത്ര പഠിച്ചാൽ, അള്ളാഹിൻ്റെ മുമ്പിൽ ചെന്നാൽ ഒരു സമാധാനം പറയാലോ നമുക്ക്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് പറയുമെന്നാണ്, ഇവരൊന്നും എന്നെ തിരിഞ്ഞു നോക്കാത്ത ആളുകളാണ് റബ്ബേ, ഇവരൊക്കെ എന്നെ മഹ്ജൂറൻ, ഇവരൊക്കെ എന്നെ വെടിഞ്ഞ ആളുകളാണ്, എന്നെ ഒഴിവാക്കിയവരാണ് റബ്ബേ എന്ന് ഖുർആൻ സാക്ഷി പറയുന്നൊരു രംഗം വരാനുണ്ട്. എന്നൊക്കെ നമുക്ക് ഒഴിവാകണ്ടേ? പരമാവധി നമുക്ക് ഒഴിവാകണ്ടേ? ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ തുടർന്നു പോകാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ. നമ്മുടെ നെയ്യത്തോടൊക്കെ അള്ളാഹു തആല നന്നാക്കി തരട്ടെ. ആമീൻ. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ദിക്റാണ്. പണ്ഡിതന്മാർക്കൊക്കെ ഏക അഭിപ്രായമാണ് അഫ്ളലു ദിക്ർ ഖുർആനാണ് എന്ന വിഷയത്തിൽ. അത് എപ്പോ സമഅന അന്ന ഖിറാഅത്തുൽ ഖുർആനി അഫ്ളലു ദിക്രി ഇദാ അമില ബിഹി, ഓതിയത് കൊണ്ട് മാത്രമല്ല, ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുക കൂടി ചെയ്താൽ ഏറ്റവും വലിയ ദിക്റാണ് പരിശുദ്ധ ഖുർആൻ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്കാറിൽ പറയുന്നുണ്ട്, യഅലം അന്ന തിലാവത്തുൽ ഖുർആനിഹി അഫ്ളലുൽ അദ്കാരി വൽ മത്ലൂബു അൽ ഖിറാഅത്തു ബിത്തദബ്ബുരി. കണ്ടോ, ഖുർആൻ ഓത്ത് എന്നത് ഏറ്റവും വലിയൊരു ദിക്റാണ്. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയോ? അത്തദബ്ബുറു അൽ മത്ലൂബു വൽ മത്ലൂബു അൽ ഖിറാഅത്തു ബിത്തദബ്ബുരി, ചിന്തിച്ച് മനസ്സിലാക്കി ഓതണം എന്നതൊരു ഡിമാൻഡാണ് എന്ന്. നമ്മളങ്ങനെ ഓതാറുണ്ടോ? നമുക്ക് കഴിയും. കുറച്ചൊക്കെ നമ്മളൊക്കെ അറബിയുമായി പരിചയമുള്ള ആളുകളാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും പഠിക്കാം. നമ്മുടെ ഇപ്പോഴുള്ള അറിവ് വെച്ച് തന്നെ അൽഹംദുലില്ലാഹ് നമ്മളെ പോലുള്ള ആളുകൾക്കൊക്കെ ചില പദങ്ങളെങ്കിലും ഓതുന്ന സമയത്ത് അറിയാം, അല്ലേ? ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗമാണെന്നറിയാം, നാർ എന്ന് പറഞ്ഞാൽ നരകമാണെന്നറിയാം, പിശാചിനെക്കുറിച്ച് പറയുന്നത് അവനെക്കുറിച്ചാണെന്നറിയാം, ശൈത്താനെക്കുറിച്ചാണെന്നറിയാം, അമ്പിയാക്കളെക്കുറിച്ച് പറയുമ്പോൾ അതാണെന്നറിയാം, അല്ലേ? ഒരു വിധമൊക്കെ അൽഹംദുലില്ലാഹ് ചെറിയ തോതിലെങ്കിലും മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അപ്പോൾ അതെങ്കിലും ഉപയോഗപ്പെടുത്തി നമ്മൾ പഠിക്കാത്ത ആ സൂറത്തുകളാണെങ്കിൽ പോലും അത്തരം ആയത്തുകൾ വരുമ്പോൾ ആ ചെറിയ അറിവ് വെച്ചെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ട് ഓതുക. എന്നിട്ട് നരകമാണെങ്കിൽ നരകത്തോട് കാക്കണമെന്ന് ദുആ ചെയ്യുക, സ്വർഗമാണെങ്കിൽ സ്വർഗം തരണേന്ന് ദുആ ചെയ്യുക, റഹ്മത്തിനെ കുറിച്ച് പറയുന്ന ഭാഗമാണെങ്കിൽ റഹ്മത്ത് തരണേന്ന് മനസ്സിൽ കൊണ്ടുവരിക. ഇതൊക്കെയാണ് തദബ്ബുർ എന്ന് പറഞ്ഞാൽ. ആ ആയത്ത് ഇങ്ങനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് ഓതുക. അർള്, ഷംസ്, ഖമർ ഇതൊക്കെ നമുക്ക് അറിയുന്ന പദങ്ങളാണ്. അർള് എന്ന് പറഞ്ഞാൽ ഭൂമി, ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, അല്ലെ? ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, ജബൽ എന്ന് പറഞ്ഞാൽ പർവ്വതം, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഈ സംഗതികളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളാണ്, സൃഷ്ടികളാണ്, എനിക്ക് പഠിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഓതുക. ഇതാണ് തദബ്ബുർ എന്ന് പറഞ്ഞാൽ, ചിന്തിച്ച് മനസ്സിലാക്കുക. പരമാവധി അത് ചിന്തിച്ച് മനസ്സിലാക്കുക. ഓതുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ അവിടെയും ഇവിടെയും കൊടുക്കരുത്. അത് ഖുർആനോട് ചെയ്യുന്നൊരു അപമര്യാദയായിട്ടാണ് വരിക, അല്ലേ? നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ആലോചിച്ചിട്ട് ആരോട് സംസാരിക്കൂ? നമ്മൾ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത് പോലെയാണ്. നമ്മളതിനെ ശ്രദ്ധിക്കുക. നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. അള്ളാഹു നമ്മോട് സംസാരിക്കുന്നു എന്ന് തോന്നണമെങ്കിൽ, ആ ഫീലിംഗ് കിട്ടണമെങ്കിൽ ഖുർആൻ എടുത്ത് ഓതിയാൽ മതിയെന്ന അള്ളാഹു നമ്മളോട് ഇങ്ങനെ പറയണമായിരുന്നു. അപ്പോൾ നമ്മളതിങ്ങനെ ഓതിയിട്ട് മറ്റെവിടെങ്കിലെയോ എവിടെയൊക്കെയോ ആലോചിച്ചിട്ട് ഇങ്ങനെ ഓതിയാൽ അതൊരു അപമര്യാദയല്ലേ പരിശുദ്ധ ഖുർആൻ്റെ മുമ്പിൽ? നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ പരമാവധി എന്ത് ചെയ്യുക? പിന്നെ ഈ പരമാവധി ശ്രദ്ധിച്ച് ഓതുക. പിന്നെ മെനക്കെട്ട് ഓതാനും നിൽക്കരുത്. എനിക്കൊരു അർജൻറ്റ് പണിയിൽ ഞാൻ വേഗം ഒരു പേജ് ഓതട്ടെ, അതിന് നിൽക്കണ്ട. പരിശുദ്ധ ഖുർആൻ സമയമെടുത്ത് ആശ്വാസം പോലെ ഓതാനുള്ള സാധനമാണ്, വേഗം തീർത്ത് പോകാനുള്ളതല്ല. നല്ല സമയം ഉണ്ടാക്കിയിട്ട് തന്നെ നമ്മൾ ഓതുക. സമയം ഉണ്ടാക്കിയിട്ട് ഓതണം. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ. അപ്പോൾ ഏറ്റവും വലിയ ദിക്റാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വേറെയും കുറേ ദിക്റുകളില്ലേ? അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹദീസ് ഉണ്ടല്ലോ. ഉണ്ട്. അത് ഓരോന്നിനും ഓരോ സമയ സന്ദർഭങ്ങൾക്കനുസരിച്ച് ഓരോന്നിൻ്റെയും സ്ഥാനം മാറും. പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹും ഏറ്റവും വലിയ ദിക്ർ തന്നെയാണ്. അത് ഓരോ അവസ്ഥകൾക്കനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഓരോന്നും ഓരോ സമയത്ത് ചൊല്ലാനുണ്ട്. പിന്നെ റുക്കോയിൽ ചൊല്ലേണ്ടത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നാണ്. ആ സമയത്ത് അവിടെ ഖുർആൻ ഓതാൻ പറ്റുമോ? ആ സമയത്ത് ഖുർആൻ അതല്ല ഓതേണ്ടത്. ഓതാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഒന്നിന് വിരോധമൊന്നുമില്ല. പക്ഷെ ആ സമയത്ത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നതാണ് അവിടെ, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്നതാണ് അവിടെ ചൊല്ലേണ്ടത്. അവിടെ ഏറ്റവും ചൊല്ലേണ്ട ഏറ്റവും പവിത്രമായ ശ്രേഷ്ഠമായ ദിക്ർ അതാണ്. റുക്കോയിൽ ചൊല്ലേണ്ട ദിക്ർ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അതാണ് അവിടെ ചൊല്ലാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത് ചൊല്ലുന്നു. അതിന് ഖുർആൻ ഏറ്റവും വലിയ ദിക്ർ അല്ലാത്തത് കൊണ്ടാണ് അവിടെ ചൊല്ലാത്തത്? അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിയ ദിക്ർ അല്ലാത്തത് കൊണ്ടാണ് അവിടെ ചൊല്ലാത്തത്? അല്ല. എന്നതുപോലെ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നാണ് അവിടെ ചൊല്ലാൻ പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ അതാണ്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല ഏറ്റവും വലുത്, അവിടെ ചൊല്ലേണ്ടത് ഇതാണ്. അങ്ങനെ ഓരോന്നും അങ്ങനെയാണ്. അപ്പോൾ ഖുർആൻ ഏറ്റവും വലിയ ദിക്റാണെന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിയ ദിക്റല്ലേ? ആണ്. ഓരോന്നിനും ഓരോ സമയങ്ങളുണ്ട്.
ആ സമയത്ത് അതിൻ്റെതായ ശ്രേഷ്ഠതകൾ ചിലപ്പോൾ വർദ്ധിക്കപ്പെടും, ചിലപ്പോൾ അവിടെ വേറുള്ളതായിരിക്കും ചെല്ലേണ്ടത്. ഇപ്പം രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളിൽ ആ ദിക്റുകളെ സമയത്ത് ഖുർആനാണുള്ള ഏറ്റവും വലിയ ദിക്റ്, ഞാൻ അതൊന്നും ഓതുന്നില്ല, ഞാൻ ആ രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളൊന്നും ചൊല്ലണില്ല, ഞാൻ ഖുർആൻ ഓതട്ടെ എന്ന് പറഞ്ഞാൽ അപ്പം അതല്ല അവിടെ ചെയ്യേണ്ടത്. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ ചൊല്ലണം, പിന്നെ ഖുർആൻ ഓതാം. അപ്പോൾ ഖുർആനല്ലേ ഏറ്റവും വലിയ ദിക്റ് എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളതൊന്നും മാറ്റി നിർത്തേണ്ടതല്ല. ബാക്കിയുള്ളതും ഓരോ സമയ സന്ദർഭങ്ങൾക്കനുസരിച്ച് ശ്രേഷ്ഠം തന്നെയാണ് എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓരോന്നിനും സമയം നിശ്ചയിക്കപ്പെട്ട ചില ഇബാദത്തുകളുണ്ടാവും. ഇന്ന സമയത്ത് ഇന്നത് ചൊല്ലണം എന്ന് പറഞ്ഞ ആ സമയം അത് അപ്പം ചൊല്ലിയിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സമയം കഴിയും. പക്ഷെ ഖുർആനോത്ത് അങ്ങനെയല്ല. ഖുർആനോത്ത് വഖ്തുഹ വാസിഉൻ, അത് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദിക്റാണ്, എപ്പോഴും ചെയ്യാൻ പറ്റും. ഇപ്പോൾ റുക്വയിൽ സുജൂദിൽ ഇങ്ങനത്തെ നിശ്ചിത സമയങ്ങളിൽ രാവിലെ വൈകുന്നേരം, അതുപോലെ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം, മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ ശേഷം, ഇങ്ങനെയൊക്കെ പ്രത്യേകമായിട്ടുള്ള ദിക്റുകളുണ്ടല്ലോ. ഈ ദിക്റുകളൊക്കെ ആ സമയത്ത് ചൊല്ലേണ്ടതാണ്. ആ സമയം കഴിഞ്ഞാൽ പിന്നെ അത് കഴിയൂലേ, നിശ്ചിത സമയത്തല്ലേ ചൊല്ലേണ്ടത്. ഖുർആൻ ഓതാൻ പിന്നെയും സമയം ഇഷ്ടം പോലെ എപ്പോഴും ചൊല്ലാലോ, എപ്പോഴും ഓതാലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, മനസ്സാന്നിധ്യത്തോടു കൂടി ഫമൻ ശാഅ ദക്കറഹു, ഖുർആൻ ദിക്റാണ് എന്ന ആ ഒരു ഓർമ്മയോടുകൂടി തന്നെ ബോധത്തോടു കൂടെ ചൊല്ലുക. എന്ത് കാര്യം ബോധ്യമായിട്ടേ കാര്യമുള്ളൂ, ബോധമായിട്ടേ കാര്യമുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അറിഞ്ഞതുകൊണ്ടോ മനസ്സിലാക്കിയത് കൊണ്ടോ ചൊല്ലിയത് കൊണ്ടോ പ്രത്യേകിച്ച് കാര്യമുണ്ടോ? അത് ബോധ്യമാവണം എന്നാണ്. ഒരു ബോധം വേണം, ബോധവും വേണം, ബോധ്യവും വേണം. അബൂജഹലിനെ അറിയായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, പക്ഷെ ബോധ്യമായിട്ടുണ്ടായിരുന്നില്ല. അവൻ പറയും, പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളായിരുന്നു അബൂജഹൽ. അള്ളാഹ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് ബോധ്യമായിട്ടില്ല. അങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറയുന്നത് നമുക്ക് ബോധമാവണം. പറയാൻ അറിഞ്ഞാൽ പോരാ, അർത്ഥം അറിഞ്ഞാലും പോരാ. അങ്ങനെയാണ് എല്ലാ കാര്യം അങ്ങനെ തന്നെയാണ്. എന്ത് ഇൽമും അങ്ങനെയാണ്. ഇൽമായിട്ട് നിലകൊണ്ടത് കൊണ്ട് ഒരു കാര്യവും ഇല്ല. ഇൽമ് ഹാലായിട്ട് നിലകൊള്ളണം എന്നാണ് പറയാം. ഇതിൻ്റെ അർത്ഥം അറിഞ്ഞ കാര്യം അത് അറിവായിട്ട് അങ്ങനെ നിലകൊള്ളുക വേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിലെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരണം. അപ്പോൾ വലത്തെ ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് വലത്തെ കാലിട്ടാൽ ആ ചെരുപ്പ് ഊരുന്നത് വരെ സുന്നത്തായ ഒരു കർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലതിനെ മുന്തിച്ചിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക. അത് നമുക്കറിയാം. അത് അറിഞ്ഞിങ്ങനെ വെച്ചാൽ പോരാ, ചെരുപ്പിടുമ്പോൾ പിന്നെ ഒക്കെ എടുത്തതാണ്, അതുകൊണ്ട് കാര്യമില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഇൽമ് ഹാലായിട്ട് മാറും. ഹാലായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥയായിട്ട് മാറും. അപ്പോൾ ചെരുപ്പിടുമ്പോൾ വലത്തേതിരുന്നുണ്ടെങ്കിൽ അത് സുന്നത്തായി മാറും. കണ്ടോ, ആ അറിഞ്ഞ ഇൽമ എന്തായി? പ്രാവർത്തികമാക്കപ്പെട്ടു. എല്ലാം അങ്ങനെ തന്നെയാണ്, എല്ലാം അങ്ങനെ തന്നെയാണ്. ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് കുപ്പായ ഇടുമ്പോൾ വലത്തെ കൈ ആദ്യം ഇട്ടാൽ വലതിനെ മുന്തിച്ചു എന്ന കൂലി എനിക്ക് കിട്ടും. അതൊരു അറിവാണ്. മദ്രസയിൽ നിന്ന് പഠിച്ചു, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു. ആ പഠിച്ചത് അങ്ങനെ പാത്തേക്കാനല്ല. ആ പഠിച്ചത് എന്ത് ചെയ്യണം? ഹാലായിട്ട് ഇറങ്ങി വരണം. കുപ്പായ ഇടുമ്പോൾ വലത്തേ തന്നെ ഇടണം, ഊരുമ്പോൾ ഇടത്തെ ഭാഗം കൊണ്ട് തുടങ്ങുകയും വേണം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാവണം. പരിശുദ്ധ ഖുർആൻ എന്തായാലും ആവണം. പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ മനസ്സാന്നിധ്യം ഓർമ്മയ്ക്കും വേണം. ദിക്റ് എന്ന് അള്ളാഹു തആല തന്നെ പരിശുദ്ധ ഖുർആനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു തആല ഖുർആനെ ദിക്റ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ ആയത്ത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. കണ്ടോ, നാം ദിക്റ് ഖുർആനിനെ അവതരിപ്പിച്ചു. ഖുർആൻ അതിന് ദിക്റ് എന്നാണ് ഉപയോഗിച്ചത്. സൂറത്ത് യാസീനിലെ 11-ാമത്തെ ആയത്ത്, ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ അദ്ദിക്റ വഖശിയ അർറഹ്മാന ബിൽ ഗൈബി ഫബശ്ശിറു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. കണ്ടോ, ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ അദ്ദിക്റ, ഖുർആൻ പിൻപറ്റിയ ആളുകളെ ദിക്റ് എന്ന് ഉപയോഗിച്ചു. സൂറത്ത് സ്വാദിലുണ്ട്, സ്വാദ് വൽ ഖുർആനി ദിദ്ദിക്ർ. കണ്ടോ, വൽ ഖുർആനി ദിദ്ദിക്ർ, ദിക്റായ പരിശുദ്ധ ഖുർആൻ എന്ന്. സൂറത്ത് യാസീൻ 69-ാമത്തെ ആയത്തിൽ, ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ, ദിക്റാണ്. സൂറത്ത് തലാഖിലുണ്ട്, ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബില്ലദീന ആമനു ഖദ് അൻസലല്ലാഹു അലൈക്കും ദിക്റാ. അല്ലാഹു നിങ്ങൾക്ക് ദിക്റിനെ ഇറക്കി തന്നിരിക്കുന്നു. സൂറത്തുൻ നഹ്ലിലെ 44-ാമത്തെ ആയത്തിലുണ്ട്, വ അൻസൽനാ ഇലൈക ദിക്റ, ദിക്ർ അങ്ങേക്ക് ഇറക്കി തന്നു, ലിതുബയ്യിന ലിന്നാസി. അതുപോലെ തന്നെ സൂറത്തുൽ അംബിയായിലെ 24-ാമത്തെ ആയത്തിൽ, ഹാദാ ദിക്റു മൻ മഇയ വ ദിക്റു മൻ ഖബ്ലി. സൂറത്തുൽ അറാഫിൽ 63, അവ അജിബ്തും അൻ ജാഅകും ദിക്റും മിർ റബ്ബികും അലാ റജുലിൻ മിൻകും. നിങ്ങളിൽപ്പെട്ട ഒരാൾക്ക് ദിക്ർ അവതരിപ്പിച്ചു കൊടുത്തതിൽ, ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തതിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? അതുപോലെ തന്നെ സൂറത്തുൽ ഹിജ്റിലെ തന്നെ മറ്റൊരായത്ത്, വഖാലു യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്റു ഇന്നക ലമജ്നൂൻ. ദിക്ർ ഇറക്കപ്പെട്ട ആൾ,
അല്ലേ? സൂറത്ത് ആലി ഇമ്രാൻ 58 ദാലിക നത്ലൂഹു അലൈക മിൻ ആയാത്തില്ലാഹി വദ്ദിക്റിൽ ഹക്കീം. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ദിക്റാണ് എന്ന്. അപ്പോൾ ഓർമ്മയോടെ ബോധത്തോടെ ഖുർആൻ ഓതണം എന്നത് മനസ്സിലാക്കാനും അത് അങ്ങനെ തന്നെ ഗൗരവത്തോടെ ആലോചിക്കാനുമാണ് ഞാൻ ഇത്രയും ആയത്തുകൾ എടുത്തു പറഞ്ഞത്. ഇങ്ങനെ ഓർക്കാനും മനസ്സിലാക്കാനും പാകത്തിൽ ഖുർആൻ ആക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല വേറൊരു ആയത്തിൽ പറയുന്നുണ്ട്. അല്ലാഹു തആല നമ്മളോട് ഇങ്ങനെ ദിക്റാണ്, അതുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അത് ഓർത്തുകൊള്ളട്ടെ എന്ന് പറയുമ്പോൾ എന്നാൽ ഞങ്ങൾക്ക് തിരിയാൻ പാകത്തിനാണോ എന്നൊരു സംശയം വരൂലേ? അല്ലാഹു തആല മറുപടി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഖമറിലെ 22-ാമത്തെ ആയത്ത് നോക്കൂ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. കണ്ടോ? വലഖദ് യസ്സർന, നാം എളുപ്പമാക്കിയിട്ടുണ്ട്, അൽ ഖുർആന, പരിശുദ്ധ ഖുർആന, എന്തിന്? ലിദ്ദിക്രി, ഓർക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടു നടക്കാനും ഒക്കെ എളുപ്പമാക്കിയിട്ടുണ്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ, നിങ്ങൾ ആരെങ്കിലും അതിന് തയ്യാറുണ്ടോ? അങ്ങനെ ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കാനും ഓർക്കാനും തയ്യാറുണ്ടോ എന്ന് അല്ലാഹു തആല ചോദിക്കണം. അപ്പോൾ നമ്മൾ മെനക്കെട്ടാൻ നടക്കുന്ന അർത്ഥം അത് ഖുർആനല്ല, എനിക്ക് തിരിയില്ല, അങ്ങനൊന്നും പറയാൻ പറ്റൂല. ഖുർആൻ അല്ലാഹു തആല അതിനനുസരിച്ച് പാകപ്പെടുത്തിയിട്ടുണ്ട്, നമ്മളതിന് മെനക്കെടണം. അല്ലാഹു തആല സഹായിക്കട്ടെ. ആമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.